പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ ലക്ഷ്യമിട്ട് സർക്കാർ. പുനർജനി കേസിൽ സിബിഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് വിജിലൻസ്. വിദേശ ഫണ്ട് പിരിച്ചതിൽ ക്രമക്കേടെന്ന് വിജിലൻസിന്റെ വിലയിരുത്തൽ. ശുപാർശയുടെ പകർപ്പ് മീഡിയ വണ് ലഭിച്ചു. വിജിലൻസ് ശുപാർശ നിയമപരമായി നിലനിൽക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. ഈ അന്വേഷണം ഏത് രീതിയിൽ അന്വേഷിച്ചാലും ഒരു കാരണവശാലും നിയമപരമായി അത് നിലനിൽക്കുന്നതല്ല. കാരണം 100% പെർഫെക്ഷനോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തത്. തെരഞ്ഞെടുപ്പിന്റെ 2 മാസം മുമ്പ് ഇത് CBI അന്വേഷിക്കേണ്ട കേസാണ് എന്ന് പറഞ്ഞ ഒരു പ്രഖ്യാപനം നടത്തിയ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ആളുകൾക്ക് നിയമപരമായി അതിനെ നേരിടും. ഒരു ബുദ്ധിമുട്ടും ആ കാര്യത്തിലില്ല. അവർ ഒരു കേസും CBIയെ കൊണ്ട് അംഗീകരിക്കില്ലെങ്കിൽ എൻ്റെ കേസ് വിട്ടോ, CBIക്ക് വിട്ടോ, എനിക്കൊരു വിരോധമില്ല. ഞാൻ റെഡിയാണ്. സെയ്ഫുദ്ദീൻ ചേരുന്നുണ്ട്. സെയ്ഫ്, 1 വർഷം മുമ്പത്തെ ശുപാർശയാണ് വീണ്ടും സർക്കാർ പൊടിതട്ടിയെടുക്കുന്നത്. അതിനെ കോൺഗ്രസ് സമീപിക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ കണ്ടു. പ്രതിപക്ഷ നേതാവിന്റെ അന്നത്തെ പരിഹാസം അദ്ദേഹം ആവർത്തിക്കുന്നു. പേടിച്ചു പോയെന്ന് പോയി പറയുന്നവരെ പറഞ്ഞു നിർത്തുകയാണ്. കോൺഗ്രസ് അതിനെ എങ്ങനെയായിരിക്കും രാഷ്ട്രീയമായും നിയമപരമായും ഒക്കെ നേരിടുക? സർക്കാർ ലക്ഷ്യം വെക്കുന്നത് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ വിഷയത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ സതീശൻ ഇപ്പോൾ പറയുന്ന പോലെ അതിനെ വെറുതെ അങ്ങ് ചിരിച്ചു തള്ളാൻ കഴിയില്ല. കാരണം കേന്ദ്ര ഏജൻസികൾ എന്തൊക്കെ കാട്ടിക്കൂട്ടും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയൊന്നും ഈ അന്വേഷണം നേരിടുന്ന ആൾക്കാർക്ക് ഉണ്ടാവില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം സ്വർണ്ണക്കടത്ത് കേസ് അടക്കമുള്ള വിഷയങ്ങളിൽ കേരളത്തിലെ എല്ലാ മന്ത്രി ഓഫീസിലും സെക്രട്ടേറിയറ്റിലടക്കം കയറി പരിശോധന കേന്ദ്ര ഏജൻസികൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടൊരു കേന്ദ്ര ഏജൻസി വിഷയത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിനങ്ങനെ ചിരിച്ചു തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി കേസിന്റെ നാൾവഴികളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി കിട്ടുന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസിന്റെ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ്. വിജിലൻസിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചു. വിജിലൻസ് അന്വേഷണം നടത്തി. എന്നിട്ട് ഒരു റിപ്പോർട്ട്, ഒരു ശുപാർശ സംസ്ഥാന സർക്കാരിന് കൈമാറുന്നു. 1 വർഷം മുമ്പാണ് ആ ശുപാർശ കൈമാറുന്നത്. ഈ വിഷയത്തിൽ വിദേശ നാണ്യ വിനിമയ ചട്ടത്തിന്റെ ചില ഇടപാടുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കേന്ദ്ര ഏജൻസി അന്വേഷിക്കേണ്ട കാര്യമാണ്. അത് CBI കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നുള്ളതാണ് ഒരു റെക്കമെൻഡേഷനായി നമുക്ക് ആ പേപ്പറിൽ കാണാൻ കഴിയുന്നത്. രണ്ടാമത് റെക്കമെൻഡേഷൻ ഉണ്ട്. ചട്ടം 441 പ്രകാരം കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിക്കട്ടെ എന്നുള്ള ശുപാർശ കൂടി അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അന്ന് യോഗേഷ് ഗുപ്ത പറഞ്ഞത് പുനർജനിയുമായി ബന്ധപ്പെട്ട് ഈ വിഷയം അന്വേഷിക്കാൻ വേണ്ടി കഴിയില്ല, മറ്റു ചില കാര്യങ്ങൾ ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ അന്വേഷണം നടത്താം എന്നുള്ള നിലപാട് സ്വീകരിച്ചു. പക്ഷെ മുഖ്യമന്ത്രി അത് അംഗീകരിച്ചില്ല. അത് ആഭ്യന്തര സെക്രട്ടറിയുടെ കയ്യിലേക്ക് ആ ഫയൽ തിരികെ പോവുകയാണ് ചെയ്തത്. മനോജ് എബ്രഹാം വന്നപ്പോൾ മനോജ് എബ്രഹാമും സമാനമായ രീതിയിൽ ഈ വിഷയത്തിൽ വിജിലൻസിന്റെ അന്വേഷണത്തിനപ്പുറത്തേക്ക് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം നിലനിൽക്കില്ല എന്ന തരത്തിൽ അദ്ദേഹം പറയുകയും ആ പരാമർശം രേഖയായി തന്നെ നൽകുകയും ചെയ്തു. യോഗേഷ് ഗുപ്ത പിന്നീട് വരുമ്പോൾ ഇതിൽ ഒരു തരത്തിലുള്ള ഏജൻസിയുടെ അന്വേഷണം ഇതിനകത്ത് 2 പാർട്ടുണ്ട്. പുനർജനിയും അതുപോലെ തന്നെ ഈ പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട 2 പാർട്ടുണ്ട്. അതിനകത്ത് ഈ പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ആൾക്കാരുമായി ചേർന്ന് വേണമെങ്കിൽ അന്വേഷണം നടത്താം എന്നുള്ള ശുപാർശ അത് സർക്കാരിന്റെ പക്കലിരിക്കുകയാണ്. അത് പൊടിതട്ടിയെടുത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അതായത് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ വി ഡി സതീശനെ കുരുക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമുക്ക് സർക്കാരിന്റെ നീക്കം കൊണ്ട് മനസ്സിലാക്കിയെടുക്കാൻ. എന്തായാലും വരും ദിവസങ്ങളിൽ അതിനകത്തൊരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. തന്നെയാ.